ഇന്നത്തെ വ്ളോഗ് നമ്മുടെ മലേഷ്യയിലെ രണ്ടാമത്തെ ദിവസത്തിൻ്റെയാണ്. അപ്പോൾ ആദ്യത്തെ വ്ളോഗ് കാണാത്തവർ അതൊന്ന് കണ്ടു നോക്കൂട്ടോ. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അതുപോലെ തന്നെ ഐക്കാർഡായിട്ടും കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൽ നിന്ന് തുടങ്ങാം അല്ലേ. അപ്പോൾ നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ ടോപ്പ് ഫ്ലോറിലാണ് ഈ റെസ്റ്റോറൻ്റ് ഉള്ളത്, അതായത് 14ാമത്തെ ഫ്ലോറിൽ കേട്ടോ. പല വെറൈറ്റി ആയിട്ടുള്ള ഫുഡുകളും അവൈലബിൾ ആണ്. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈം എന്ന് പറഞ്ഞത് 7 മണി മുതൽ 9 മണി വരെയാണ് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഞാനും കുഞ്ഞു ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഇതാണ് നമ്മുടെ റൂംമേറ്റ് നഫീസാത്ത. ഒരു റൂമിൽ 2 പേര് വെച്ചിട്ടാണ്, അങ്ങനെയാണ് കേട്ടോ നമുക്ക് ട്രാവൽസുകാർ അറേഞ്ച് ചെയ്ത് തന്നിരിക്കുന്നത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ റിസപ്ഷനിൽ വന്നിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയുണ്ട് മറ്റുള്ളവരും കൂടി വരാനായിട്ട്. അപ്പോൾ 9 മണിയാകുമ്പോഴത്തേനും നമ്മുടെ ബസ് വരും. കൂടെ തന്നെ നമ്മുടെ ഗൈഡ് മധുമിതയും ഉണ്ടാവും കേട്ടോ. Yesterday you asked me a lot of questions, but nobody asked me how Indian come, how Chinese come. In the year of 1957, 31st August 1957, 10 years later than India, from the same colonizer. So when British come into Malaya at that time, Malaysia is known as Malaya during the British period. So when British came into Malaya at that time, British was amazed with Malaysia's climate. Okay, every day there is rain, every day there is sun. Okay, good amount of sunlight and equal amount of rainfall. So what British can do in this country to generate some income? റബ്ബർ പ്ലാന്റേഷൻസ് ആയിരുന്നു കേട്ടോ ബ്രിട്ടീഷുകാർ ഈ മലേഷ്യയിൽ ചെയ്ത ഒരു ഇൻകം കിട്ടാനായിട്ട് ചെയ്ത പരിപാടി. അപ്പോൾ ഈ റബ്ബർ പ്ലാന്റേഷനിൽ ജോലിക്കൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ നിന്നും കുറേ ആൾക്കാരെ കൊണ്ടുവന്നു. അതുകൊണ്ട് തന്നെ മലേഷ്യയിൽ 60% ആൾക്കാർ മലേഷ്യൻസും 30% നമ്മുടെ ഇന്ത്യക്കാരും അതുപോലെ 10% ചൈനീസിൻ്റെ ആൾക്കാരുമാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഇതങ്ങനെ ബാട്ടു കേവ്സിലെത്തിയിട്ടുണ്ട്. ഈ ഒരു കോംപ്ലക്സിൽ ധാരാളം ഹിന്ദു ടെമ്പിൾസ് ഉണ്ട് കേട്ടോ. അതിനകത്ത് മെയിനായിട്ടുള്ളതാണ് മുരുകൻ ടെമ്പിൾ. ഈ മുരുകൻ സ്റ്റാച്ചു, അതായത് ഈ ഗോൾഡൻ കളറിലുള്ള ഒരു മുരുകൻ സ്റ്റാച്ചുവിന് 141 ഫീറ്റ് ഹൈറ്റ് ഉണ്ട്. ബാട്ടു കേവ്സിൻ്റെ അങ്ങോട്ട് പോകാനായിട്ട് 290 സ്റ്റെപ്സ് ഉണ്ട്. അത് കയറി മുകളിൽ പോയാലാണ് നമുക്ക് കറക്റ്റ് ആ ഒരു ക്ഷേത്രവും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ അതുപോലെ അതിൻ്റെ ആ സ്റ്റെപ്പിനാണെങ്കിലും കുറച്ച് വീതി കുറവാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും അത് കയറി മുകളിലെത്തുക എന്ന് പറഞ്ഞാൽ കുറച്ചൊരു പാടായിട്ടുള്ള കാര്യമാണ് കേട്ടോ. കുറേ പേരൊക്കെ താഴ്ത്ത് തന്നെ നിൽക്കണുള്ളൂ, കുറച്ച് പേര് കുറച്ച് സ്റ്റെപ്പ് കയറും. പക്ഷേ അതിന് മുകളിലെത്തിയിട്ടുള്ള കാഴ്ചകൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. പക്ഷേ നമ്മുടെ കൂട്ടത്തിലുള്ള, ഞാൻ പറഞ്ഞില്ല എൻ്റെ റൂംമേറ്റ് എന്ന് പറഞ്ഞില്ലേ നഫീസാത്തായാണ് ഫസ്റ്റ്, ഞങ്ങളുടെ ടീമിൽ ഫസ്റ്റ് ടോപ്പിലെത്തിയത് നഫീസാത്തായാണ് കേട്ടോ. പിന്നെ ഇതാ ഇവിടെ ഒരുപാട് കുരങ്ങന്മാരുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ബാഗൊക്കെ സൂക്ഷിച്ച് കൊണ്ടുപോയില്ലെങ്കിൽ നമ്മുടെ ബാഗൊക്കെ പോകും. കാരണം വെച്ചാൽ ഇവർ ഈ ബാഗിൽ ഭക്ഷണം ഉണ്ടാവും എന്നുള്ള രീതിയിൽ നമ്മുടെ ബാഗൊക്കെ എടുത്തുകൊണ്ട് പോകും. നമ്മുടെ മലബാർ അടുക്കള ടീമിലുള്ളവർ ടോപ്പിലെത്തിക്കഴിഞ്ഞപ്പോൾ എടുത്ത ഫോട്ടോസാണ് കേട്ടോ ഇതൊക്കെ. ഇവിടെ ഇപ്പോൾ അടുത്ത് 5 അമ്പലങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ 5 എണ്ണത്തിലാണെങ്കിലും നമുക്ക് എല്ലാവർക്കും കയറാം കേട്ടോ. അങ്ങനെ ജാതി മത ഭേദമൊന്നുമില്ല, എല്ലാവർക്കും കയറാൻ പറ്റും. ഇതുപോലെ തന്നെ ഇപ്പോൾ ഈ മുരുകൻ സ്റ്റാച്ചു പോലെ തന്നെ വലിയൊരു സ്റ്റാച്ചു, ഹനുമാൻ സ്റ്റാച്ചു ഇവിടെ ഉണ്ട് കേട്ടോ. അത് ഇവിടുന്ന് കുറച്ചുകൂടെ മാറിയിട്ടാണ് കേട്ടോ ഉള്ളത്, അതായത് ഈ ഒരു കോംപ്ലക്സിൽ തന്നെ, പക്ഷേ കുറച്ചങ്ങോട്ട് മാറിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ആ ഒരു ഭാഗത്തേക്ക് പോകണില്ല കേട്ടോ. എല്ലാവരും ഈ ഒരു അമ്പലം സത്യം പറഞ്ഞാൽ ഇത് കയറി ഇറങ്ങി കഴിയുമ്പോഴത്തേനും അത്യാവശ്യം നല്ല രീതിയിൽ മടുത്തിട്ടുണ്ടാകും. കാരണം വെച്ചാൽ 290 സ്റ്റെപ്സായിട്ട് കയറി വേറെ ലിഫ്റ്റോ കാര്യങ്ങളോ വേറെ ഒന്നുമില്ല, നടന്ന് തന്നെ കയറണം.
ഹനുമാൻ ടെമ്പിളും കൂടി സന്ദർശിച്ചതിന് ശേഷം പിന്നീട് നമ്മൾ പോണത് ജെന്യു ടൈം പീസിലേട്ടാണ്. അതായത് സ്വിസ് മെയ്ഡ് വാച്ചുകളുടെ, അതായത് പ്രീമിയം വാച്ചുകളുടെ ഒരു വലിയൊരു കളക്ഷൻ തന്നെ ആ ഒരു ഷോപ്പിലുണ്ട്. അതുപോലെ തന്നെ ബാഗുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ 18 ക്യാരറ്റ് ഗോൾഡിലെ ഉള്ള ഓർണമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ആ ഒരു ഷോപ്പിലുണ്ട്. അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ടാണ് പോണത്. പിന്നെ ഈ ഒരു ഷോപ്പിൽ നമുക്ക് അത്യാവശ്യം റേറ്റ് കുറച്ച് തന്നെയാണ് ഈ മലേഷ്യയിൽ നിന്ന് മേടിക്കുമ്പോൾ കിട്ടണം കേട്ടോ. നമ്മൾ വേറെ കൺട്രീസിലൊക്കെ പോയി മേടിക്കുമ്പോൾ, നമ്മുടെ നാട്ടിലൊക്കെ വന്ന് മേടിക്കുമ്പോൾ ഇതിൻ്റെ ഒരു 50% കൂടി ചിലപ്പോൾ കൂടുതൽ കൊടുക്കേണ്ടി വരും. അപ്പോൾ അത്യാവശ്യം എന്താ പറയുക, ഓഫറിൽ തന്നെ നമുക്ക് ഇവിടെ നിന്നാകുമ്പോൾ വാങ്ങിക്കാൻ പറ്റും. എല്ലാം ഹൈ ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ്സാണ്. ബാഗ്സൊക്കെ ആണെങ്കിലും ബ്രാൻഡഡ് ഐറ്റംസാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ടൂർ പാക്കേജിൽ തന്നെ ഈ ഒരു ഷോപ്പിൻ്റെ വിസിറ്റിങ്ങും ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ വാച്ചിൻ്റെ ഔട്ട്ലെറ്റിൽ നിന്ന് നമ്മൾ നേരെ ഇറങ്ങിയിട്ട് കേബിൾ കാറിൽ ജെൻറ്റിങ് ഹൈലൻഡ്സിലിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല പൊക്കത്തിലാണ് കേട്ടോ ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് കയറാൻ നേരത്തിട്ട് ചെറുതായിട്ടൊന്ന് പേടിയായിട്ടോ. പിന്നെ ആദ്യമായിട്ട് ഇതിനകത്ത് കയറുമ്പോൾ നമുക്കിത് പിടിച്ചിരിക്കണോ അല്ലെങ്കിൽ വീണു പോവോ എന്നൊക്കെയുള്ളൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ കൂട്ടത്തിൽ ഗൈഡായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. നല്ല ദൂരമുണ്ട് കേട്ടോ ഇത് ജെൻറ്റിങ് ഹൈലൻഡ്സിലിട്ട് പോകാനായിട്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ഹൈലൻഡ്സിൻ്റെ അവിടെ എത്താറാകുമ്പോഴത്തേനും നല്ല ഫോഗ് ഉണ്ടാവും. നല്ല പോലെ ഇങ്ങനെ മഞ്ഞ് വന്നേക്കുമായിരിക്കും. അപ്പോൾ നമുക്ക് ശരിക്കും കാണാനൊന്നും പറ്റില്ല. ഇപ്പോൾ ജെൻറ്റിങ് ഹൈലൻഡ്സിൽ എത്താറായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മഞ്ഞൊക്കെ കണ്ടപ്പോൾ വിചാരിച്ച് ഭയങ്കര തണുപ്പായിരിക്കും എന്നൊക്കെ ആയിട്ട് വിചാരിച്ചത്. അപ്പോൾ ഈ നേരത്തെ തന്നെ നമുക്ക് ഇൻഫോർമേഷൻ തന്നിരുന്നു, എന്താ പറയുക, സ്വെറ്ററൊക്കെ എടുക്കണം എന്നുള്ളത്. പക്ഷേ അവിടെ ചെന്നപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യം വന്നില്ല കേട്ടോ. അത്രയ്ക്ക് തണുപ്പൊന്നും ഉണ്ടായിരുന്നില്ല. ജെൻറ്റിങ് ഹൈലൻഡ്സിൽ എത്തിയിട്ടുണ്ട്. ഇതൊരു വലിയൊരു ലോകം തന്നെയാണ് കേട്ടോ ഇവിടെ. അപ്പോൾ ഇവിടുന്ന് നമ്മളിന്ന് ലഞ്ച് കഴിക്കുകയാണ്. ഇവിടുത്തെ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്നാണ് ലഞ്ച് കഴിക്കുന്നത്. നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള ലഞ്ചായിരുന്നു. കൂടെ തന്നെ പാനിപ്പൂരിയും അതുപോലെ ഡിസേർട്ട്സൊക്കെ ഉണ്ടായിരുന്നു. കേബിൾ കാറിൽ നമ്മൾ ഈ ജെൻറ്റിങ് ഹൈലൻഡ്സിലുള്ള ഈ ഒരു മാളിൻ്റെ ഏറ്റവും ടോപ്പ് ഫ്ലോറിലാണ് വന്നിറങ്ങുന്നത്. എന്നിട്ട് നമ്മൾ ഇതുപോലെ എസ്കലേറ്റർ വഴി ഇങ്ങനെ താഴോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. എല്ലായിടത്തോടെ എസ്കലേറ്റർ ഉണ്ട് കേട്ടോ.
വേൾഡിലെ ഏറ്റവും അധികം റൂംസ് ഉള്ള ഹോട്ടൽ എന്നുള്ള രീതിയിൽ ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയ സ്ഥലമാണ് ഈ ഒരു ഗെൻഡിങ് ഹൈലാൻഡ്സ്. ഇതിനകത്ത് ഏകദേശം 15,500 റൂംസ് ഈ ഒരൊറ്റ സ്ഥലത്ത് അവൈലബിൾ ആണ്. ഹോട്ടൽസിൻ്റെ ഈ റൂംസും അതുപോലെ ഈ ഡൈനിങ്, കാസിനോ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയതൊരു 5 lakh സ്ക്വയർ ഫീറ്റ് ഉണ്ട്. ഇതൊരു ഫസ്റ്റ് വേൾഡ് പ്ലാസയാണ്. ഈ നടന്നു പോകുന്ന ഈ ഒരു ഏരിയയൊക്കെ നമ്മൾ പല ഫിലിംസിലും കണ്ടിട്ടുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. പല ഫിലിംസിലും ഈ ഒരു ഏരിയ ഉൾപ്പെടുത്താറുണ്ട്. നല്ല ഭംഗിയാണ് കേട്ടോ ഇത് കൂടെയൊക്കെ ഇങ്ങനെ നടന്നു പോകാനായിട്ട്. കുഞ്ഞ് ഈ മാളിലെത്തിയപ്പോൾ തൊട്ട് ഇതുപോലെ കിടന്ന് ഓട്ടമായിരുന്നു കേട്ടോ. പിന്നെ എന്താ പറയുക, കുറേ ഏരിയ ഒക്കെ ഉള്ളതുകൊണ്ടായിരിക്കും എന്താണെന്നറിയില്ല, എന്താണെങ്കിലും അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഈ ഒരു സ്ഥലം. അതുപോലെ എസ്കലേറ്റർ ഉണ്ടല്ലോ, എസ്കലേറ്ററും ഭയങ്കര ഇഷ്ടമാണ്. എവിടെ എസ്കലേറ്റർ കണ്ടോ അപ്പോൾ ഓടി അതിനകത്ത് കയറും. അപ്പോൾ ഇവിടം വരെ ഞങ്ങളെല്ലാവരും ഒന്നിച്ചായിരുന്നു കേട്ടോ വന്നുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞപ്പോൾ നമ്മളെല്ലാവരും പലതായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോയിട്ടോ. കാരണം വെച്ചാൽ ഈ ഒരു സോൾഡ് ഔട്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ 5:30 ആകുമ്പോഴത്തേനും എത്താം എന്നുള്ള രീതിയിൽ എല്ലാവരും പല ഭാഗങ്ങളിലായിട്ടായിട്ട് തിരിഞ്ഞു പോയി. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കാസിനോയിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ടോപ്പിൽ നിന്നിട്ട് നോക്കിയപ്പോഴുള്ള ഒരു കാസിനോയുടെ വ്യൂ ആണ് കേട്ടോ അത്. അതുപോലെ എൻ്റെ ഒരു ഫ്രണ്ടിൽ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. കുഞ്ഞിന് അവിടെ നിന്ന് കിട്ടിയൊരു ഇത്താത്തായാണ് കേട്ടോ ഫാത്തി. കുഞ്ഞിന് ഭയങ്കര ഇഷ്ടമായിരുന്നു. കാസിനോയുടെ എൻട്രൻസ് ആണിത്. ഇവിടെ ഒരു 3-4 കാറൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അവിടെ നിന്ന്, അതായത് ലക്ഷറി കാറുകൾ. അപ്പോൾ ഞാൻ അവിടെ നിന്ന് 2 ഫോട്ടോസൊക്കെ എടുത്താണ് കേട്ടോ. കാസിനോയിൽ 18 വയസ്സിൽ താഴെയുള്ളവർക്ക് കയറാൻ പറ്റില്ല. അതുപോലെ വലിയ ബാഗുകളൊന്നും കൊണ്ടുപോകാൻ പാടില്ല. കുറച്ച് റൂൾസൊക്കെ ഉണ്ട് കേട്ടോ അതിനകത്തേക്ക് കയറാനായിട്ട്. കുഞ്ഞാവിന് ഫാത്തി പിന്നെ വേറെ 3 കുട്ടികളും കൂടി നമ്മുടെ ഈ ഒരു ഗ്രൂപ്പിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരെ ഏൽപ്പിച്ചിട്ട് നമ്മളെല്ലാവരുമായിട്ട് അകത്തേക്ക് കയറിയത്. അപ്പോൾ ഇതാണ് അതിൻ്റെ അകത്ത് നിന്നുള്ള വ്യൂ. ഒരു 10,000-15,000 ആൾക്കാർ, 10,000-ന് മേലെ ഉണ്ടാവും ആൾക്കാർ അറ്റ് എ ടൈമിലിരുന്ന് ഗാംബ്ലിങ്ങും അതും എന്താ പറയുക ഗെയിംസൊക്കെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ ഒരു സംഭവമാണ്. പിന്നെ കാസിനോയിൽ നിന്ന് ഇറങ്ങി നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അതിനുശേഷം നമ്മൾ റൈഡ്സൊക്കെ നടത്തുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഇതേ പോണ വഴിക്ക് താറാവിനെയൊക്കെ കണ്ടോ, മൊത്തത്തിലിങ്ങനെ തലയോട് കൂടിയൊക്കെ പൊരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് റൈഡ്സിൻ്റെ സെക്ഷനിൽ വന്നു. ഇവിടെ ഒരു 26 ടൈപ്പിലുള്ള റൈഡൊക്കെ ഉണ്ട്. ഗെൻഡിങ് ഹൈലാൻഡ്സിൽ നിന്നും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ ആ കേബിൾ കാറിൽ തന്നെ തിരിച്ച് നമ്മുടെ റൂമിൻ്റെ അങ്ങോട്ട് പോന്നു. അപ്പോൾ പിന്നീട് അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ റൂമിലോട്ട് വന്നത്. അപ്പോൾ റൂമിലെത്തിയതിന് ശേഷം പിന്നീട് ഫുഡ് സ്ട്രീറ്റ്, അതായത് ബിന്ദാങ് എന്ന് പറഞ്ഞാൽ ഫുഡ് സ്ട്രീറ്റ് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോയി. അപ്പോൾ ഒരു 9:30 കൂടിയൊക്കെയാണ് കേട്ടോ ഇങ്ങോട്ട് പോന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഡേ 2-ലെ വിശേഷങ്ങൾ. ഫുഡ് സ്ട്രീറ്റിൽ ഒരുപാട് തരത്തിലുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. സാധാരണ രീതിയിൽ മലേഷ്യയിൽ ഒരു 9-9:30 കൂടി എല്ലാ ഷോപ്പും ക്ലോസ് ആവും. ഈ ഒരു സ്ട്രീറ്റാണ് രാത്രിയിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ട്രീറ്റ് എന്ന് പറഞ്ഞത്. ബുക്കിത് ബിന്ദാങ്ങിലേക്ക് ഗൈഡിൻ്റെ സപ്പോർട്ടോ അതുപോലെ വണ്ടിയൊന്നും നമുക്ക് ഉണ്ടാവില്ല, നമ്മൾ തന്നെക്ക് പോകേണ്ടതായിട്ട് വരും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഡേ 2-ലെ വിശേഷങ്ങളൊക്കെ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും തുടർന്ന് നല്ല നല്ല വീഡിയോസ് ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നത് പ്രസ് ചെയ്യാനും മറക്കല്ല കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ട്രാവലിംഗ് ഒക്കെ ഇഷ്ടമായിട്ട് ഫ്രണ്ട്സൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ നല്ലൊരു ഉഷാറ് വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ആയിഷാസ് ക്രിയേഷൻസ്.
Come here, we go.